എല്ലാവർക്കും നമസ്കാരം. ചിങ്ങം പിറക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ചിങ്ങം പിറക്കുന്നതോടെ ഓരോ നക്ഷത്രജാതകർക്കും ഓരോ തരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ജ്യോതിഷപ്രകാരം നടക്കുന്നത്. ഏറ്റവും പ്രയോജനകരമായ ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 10 നാളുകാരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. രാശിഫലങ്ങളും രാശിചക്രവും എല്ലാം മാറിമറിയുന്ന ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വ്യത്യസ്ത തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരികയും ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇതിവരുടെ നന്മയ്ക്ക് ഗുണകരമായിരിക്കും. ചിങ്ങം പിറക്കുന്നതോടെ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ദുരിത ദുഃഖങ്ങളൊക്കെ കുറയുന്ന, ധാരാളം ധനം വന്നു ചേരുന്ന നക്ഷത്രജാതകർ. ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി അശ്വതി നക്ഷത്രജാതകരുടെ സമയമാറ്റം സംഭവിക്കുകയാണ്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. അശ്വതി നക്ഷത്രജാതകർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ വസ്തു വാങ്ങാനോ വീട് വയ്ക്കുവാനോ ഉള്ള യോഗം വന്നു ചേരുന്നു. അവർ ഒരു വീട് വച്ചിരിക്കും. അതല്ലെങ്കിൽ ലോട്ടറി പോലുള്ള സംഭവങ്ങളിൽ നിന്നും അവർക്ക് ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗം കൂടുതലാണ്. അശ്വതി നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ധനാഭിവൃദ്ധിയാണ്. ഇവർക്ക് മാത്രമല്ല, ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കും ആ ഒരു യോഗം വന്നു ചേരും. അശ്വതി നക്ഷത്രജാതകർ വസിക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകും. ആ വീട് രക്ഷപ്പെടും. അവരൊരു വീട് വച്ചിരിക്കും, വസ്തുവകകൾ വാങ്ങും, ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം സമ്മാനങ്ങളൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും അശ്വതി നക്ഷത്രജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും അശ്വതി നക്ഷത്രജാതകർ എത്തുന്നു. അതുപോലെ ഭരണിക്കും വളരെയേറെ നേട്ടമായിരിക്കും ചിങ്ങം പിറക്കുന്നതോടെ സംഭവിക്കുക. ചിങ്ങം പിറക്കുന്നതോടുകൂടി അവരുടെ ബിസിനസ്സൊക്കെ ഡെവലപ്പാകും. എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അവർക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും. ഭരണി നക്ഷത്രജാതകരുടെ നല്ല സമയമാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ഉറപ്പായും ഇവർക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഭാഗ്യ സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കും. തൊട്ടതൊക്കെ പൊന്നാക്കാനുള്ള ഒരു അസാമാന്യ കഴിവ് ഭരണി നക്ഷത്രജാതകർക്ക് ചിങ്ങം പിറക്കുന്നതോടെ ഉണ്ടാകും. ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു. വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു. വാഹനാദി സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനുള്ള യോഗം ഭരണി നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ജീവിതം മാറിമറിയുന്ന സമയം. എല്ലാ രീതിയിലും ഒട്ടനവധി അഭിവൃദ്ധിയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത്. ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അതുപോലെ കാർത്തിക നക്ഷത്രജാതകർക്കും നേട്ടമാണ്. ഈ പൊന്നോണം ഇവരെ സംബന്ധിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ വളരെ പെട്ടെന്ന് സാധ്യമാകും. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ആ ജോലി ലഭ്യമാകും. അതുപോലെ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഇവർ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ്. വിദേശവാസം ചിങ്ങം ആരംഭിക്കുന്നതോടുകൂടി ഇവരുടെ നേട്ടങ്ങളുടെ കാലം ആരംഭിക്കുകയായി. ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും. ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ഇവർക്ക് സാധിക്കും. വസ്തുവാങ്ങൽ, വിദേശവാസം, ഉന്നതമായ ജോലി, എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ക്ഷേത്രദർശനം ഈ നക്ഷത്രജാതകർ നടത്തണം. ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും നീക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് സംഭവിക്കുന്നത് നല്ല നേട്ടങ്ങൾ തന്നെയായിരിക്കും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുത്തിരിക്കും. ഇനി ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആരും കുതിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാകും കാർത്തിക നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ബുദ്ധിമുട്ടുകൾ പലതും ഇപ്പോൾ ഉണ്ടാകാം.
പക്ഷേ പെട്ടെന്ന് അതൊക്കെ പരിഹാരം കണ്ട് അവർ മുന്നോട്ട് പോകും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, എന്നാൽ അവ പെട്ടെന്ന് മാറിക്കിട്ടും. ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ സകല കഷ്ടപ്പാടും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തും. പെട്ടെന്നായിരിക്കും ഉയർച്ച വന്നു ചേരുന്നത്. ചിങ്ങം പിറക്കുന്നതോടെ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ക്ഷേത്രദർശനം പതിവാക്കണം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തിയാൽ അത്രയ്ക്ക് നല്ലതാണ്. രോഹിണി നക്ഷത്ര ജാതകർ, രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇനി അതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ജീവിത വിജയത്തിലേക്കും എത്തുന്ന സമയമാണ്. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർ നേടിയെടുക്കും. അതുപോലെ മകയിരം നക്ഷത്രം, കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിക്കാനുള്ള യോഗം മകയിരം നക്ഷത്ര ജാതകരിൽ ഉണ്ട്. നല്ല കാര്യങ്ങൾ നടക്കും. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. സ്ത്രീകൾ കാരണം ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഇവർക്ക് സംഭവിക്കുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ക്ഷേത്രദർശനം പതിവാക്കണം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും പല തരത്തിലുള്ള ഭാഗ്യം വന്നു ചേരും. പ്രശസ്തിയിൽ ഉയർച്ച, ക്ഷേത്രദർശനം നടത്തുക, അടുത്ത ബന്ധുവുമായി ഒരു അകൽച്ചയ്ക്ക് കാരണം കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ നീക്കുക. ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ്. ചിങ്ങം പിറക്കുന്നതോട് പുണർതം നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഒത്തിരി നേട്ടം, ഒത്തിരി അഭിവൃദ്ധിയാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. മന്ത്രവാദം പോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിതത്തിലെ മനസ്സമാധാനം തകരുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ക്ഷേത്ര ദർശനം നടത്തണം. ശത്രു സംഹാരം കാണുന്നു. സാമ്പത്തിക നേട്ടമാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. ലോട്ടറി പോലുള്ള വകയിൽ നിന്നും നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങളൊക്കെ അടിക്കുവാനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഏതായാലും വിശാഖ നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ്. പൊന്നോണം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. കാലങ്ങളായി നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്ത് കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാലും അത് ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പോകാൻ. ആ കാര്യം സാധിച്ചേ നിങ്ങൾ മടങ്ങുകയുള്ളൂ. സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമേ എന്ന ഇവരുടെ പ്രാർത്ഥന അത് ഫലവത്തിൽ എത്തുന്ന സമയമാണ്. പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങുന്ന സമയം. ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. നിങ്ങളുടെ നല്ല സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. അഭിവൃദ്ധിയുടെ സമയമാണ്. കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ ക്ഷേത്രദർശനം പതിവാക്കണം. ക്ഷേത്രദർശനം പതിവാക്കിയാൽ ഒരുപാട് ഗുണമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഒരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ വസ്തുവക വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു. ഇവർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് അതിന് സാധിക്കും. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് അതിന് സാധ്യമാണ്. വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അതല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒരു വീട് വാങ്ങുവാൻ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമൊക്കെ കാണുന്നു. ഈ സമയം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉള്ളതാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ്. എല്ലാ നക്ഷത്ര ജാതകർക്കും 2024 ഓണഫലത്തിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഒരുപാട് നന്മകൾ, ഒരുപാട് ജീവിത വിജയങ്ങൾ നേടുവാൻ ഈ 10 നക്ഷത്ര ജാതകർക്ക് കഴിയും. ഈ 10 നക്ഷത്ര ജാതകരെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യകാലം, നിങ്ങളുടെ നല്ല കാലം, നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ കാലം ആരംഭിച്ചു എന്ന് തന്നെ കരുതാം. ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ക്ഷേത്രദർശനം പതിവാക്കണം. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ
ഒക്കെ നിങ്ങൾ നേടിയെടുത്തിരിക്കും. ഇനി നിങ്ങളുടെ വിജയത്തിൻ്റെ, നിങ്ങളുടെ ഉയർച്ചയുടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം നിങ്ങൾ വലുതാകാനുള്ള സമയമാണ്. അങ്ങനെ വലിയ രീതിയിലെത്തട്ടെ, വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.